മനസ്സിലൊന്നുമില്ലല്ലോ. ഹാപ്പി വിഷു. അയ്യോ ഹാപ്പി വിഷു. ഞാൻ ഒരു ഹാപ്പി വിഷു നേരത്തെ വേറൊരു ഷാനലിൽ പറഞ്ഞത്, അപ്പൊ അവൻ ഓടിക്കളഞ്ഞു. എന്തോന്നറാ പോണത്? ലാലേട്ട എന്താ വിഷുവായിട്ട് വിശേഷങ്ങൾ എന്തൊക്കെയാ? വിഷു നല്ല വാഴ നല്ല കഴിക്കുന്നു. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. ഞാനിങ്ങനെ അന്തം വിട്ട് നിന്നുപോയി. ശ്രീ മോഹൻലാൽ, സ്വാഗതം ബിഗ് ടിവിയിലേക്ക്. വിഷു ആശംസകൾ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. എന്താ അന്തം വിട്ട് നിന്ന് പോയെന്ന് പറഞ്ഞ? ദിനേശ്, എന്തോ നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. വിഷുക്കണിയൊക്കെ കണ്ടോ? അമേരിക്കയില് വിഷുക്കണി കാണാനാവുന്നതേ കണ്ടു ഉള്ളൂ. കണ്ടു. ഇല്ലില്ല, ഇന്നലെയായിരുന്നു. ഞങ്ങളുടെ ഒരു പെണ്ണിന്റെ വീട്ടിലാണ്. എന്താ തന്റെ നാക്ക് കൊഴിഞ്ഞിരിക്കുന്നത്? എന്താടോ താൻ കഴിക്കോ? പിന്നെ എന്നെ ഒരു കുടിയനാക്കാൻ നോക്കണ്ട. ഓക്കെ ലാൽജി, നമ്മുടെ പ്രേക്ഷകരോട് ഈ പേട്രിയോട്ട് സിനിമ വരാൻ പോവാണല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പേട്രിയോട്ട് സിനിമ നല്ല സിനിമയാണ്, കാണൂ. അത്ര വേറെന്താ ഞാൻ പറയാണ്ട. ഇന്നലെ രാത്രി ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ സംവാദത്തിൽ ചേട്ടൻ ജയിച്ചിരിക്കുന്നു. ഏതാണ്? ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഇന്നിപ്പോ റിലീസാ. ഒരു ദുരൂഹ സാഹചര്യത്തിലല്ല നമ്മളെ കാണേണ്ടത്. ഏറ്റവും നല്ല സാഹചര്യത്തിൽ ഏറ്റവും മിടുക്കനായിട്ട് ആ സിനിമ മാറട്ടെ. ഞാനോ? ഞാനോ? ഞാൻ തന്നെ. ഞാനൊന്നും ഓർക്കുന്നില്ല. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാതെ മാത്തുക്കുട്ടി. ദൃശ്യം 3 പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷകള്? ഒരു പ്രതീക്ഷയില്ല. നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷകള്? ഒരു പ്രതീക്ഷയില്ല. ഞാൻ എന്റെ പ്രതീക്ഷയല്ല, ഞാൻ എന്റെ ജോലി കഴിഞ്ഞു അല്ലെ, അങ്ങനെയാണല്ലോ. നല്ല ആൽക്കഹോളിക് വെതറാണല്ലോ പണിക്കരെ. ഞാനത് അങ്ങോട്ട് പറയായിരിക്കായിരുന്നു. നേരം കാത്തു നിന്ന ശ്രീ റെക്കോർഡാണ്. നല്ല ഒന്നാന്തരം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞൊരു കാര്യങ്ങളില്ല, എപ്പോഴെങ്കിലും നിങ്ങള് ഈ ആരോ പ്ലാന്റുകളൊക്കെ വന്ന് ഒന്ന് ഷൂട്ട് ചെയ്യണം. എന്നിട്ട് എന്താണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കണം. ഈ വെള്ളം എന്ന് പറയുന്നത് വെള്ളം അടിച്ചോ? അല്ല, വെള്ളം ഒഴിച്ചോ? നമസ്കാരം ലാലേട്ട, നമുക്കിപ്പോൾ ഇവിടെ വിഷുപ്പുലരിയാണ്. നമസ്കാരം, ഹാപ്പി വിഷു, ഹാപ്പി വിഷു എല്ലാവർക്കും. ഇത് വലിയ ശല്യായല്ലോ മാതാവേ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. രാത്രിയാണ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പം വിളിച്ചുണർത്തി ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ?